അഥേത സുഷുപ്തോ ഭവതി യഥാണ് കസ്യജന വേദ. ഈ ഭാഗത്താണ് ഇവിടെ വിശദീകരിക്കുന്നത്. യഥാ സുഷുപ്തോ ഭവതി, സുഷുപ്തൻ. ഭാഷകാരൻ അവിടെ അർത്ഥം പറഞ്ഞു സുഷ്ടുസുപ്ത. സുഷുപ്ത അവിടെ സുപ്ത എന്നുള്ളതിന് മുമ്പൊരു സു ഉണ്ട്. അതിൻ്റെ അർത്ഥമാണ് സുഷ്ടു എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം, ഗാഠനിദ്ര. അതിനടുത്തും പറഞ്ഞ് സമ്പ്രസാദം. അങ്ങനെ ആ ഗാഠനിദ്രയിൽ കസ്യജനവേദ, ഒന്നിനെയും അറിയുന്നില്ല. അതാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. കർമ്മോത്ഥത്വാത് പ്രമാത്രാദേഹേ തത്ക്ഷയേ ക്ഷയവത്വതഃ ഷഷ്ഠേയം കർമ്മണി ന്യായ ദ്വയാഭാവ വിവക്ഷയ. കസ്യജന, ഒന്നിനെയും അറിയുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥത്തെ എടുത്തത് എന്നാണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ ഭാഷാപരമായും ആശയപരമായും. ഭാഷാപരമായി പറഞ്ഞത് കർമ്മണി ഷഷ്ടിയാണ്. എന്നുവെച്ചാൽ അത് ഒന്നിനെയും അറിയുന്നില്ല, അതിനെ കർമ്മമായിട്ടെടുക്കണം എന്ന് പറഞ്ഞു. അതിന് കാരണം പറഞ്ഞു. കർമ്മോത്ഥത്വാത് പ്രമാത്രാദേഹി, പ്രമാത്രത്വം തുടങ്ങി അറിയുന്നവൻ, അനുഭവിക്കുന്നവൻ, ചെയ്യുന്നവൻ, കർത്തൃത്വം, ഭോക്തൃത്വം, പ്രമാതൃത്വം, തന്റെ ഈ അവസ്ഥ, ജാഗ്രതയുള്ള ഈ അവസ്ഥ, ഇതെല്ലാം ഇവിടെ പറയുന്നു കർമ്മത്തിൽ നിന്നുണ്ടായതാണ്, പൂർവ്വകർമ്മങ്ങളിൽ നിന്നുണ്ടായതാണ്. എന്നുവെച്ചാൽ കർമ്മസംസ്കാരത്തിൽ നിന്നുണ്ടായതാണ്. തക്ഷയെ, സുഷുപ്തിയിൽ എന്താ സംഭവിക്കുന്നത്? കർമ്മക്ഷയം. ഇവിടെ കർമ്മനാശം സംഭവിച്ചിരിക്കുന്നു, കർമ്മമില്ല. ഇവിടെ രണ്ടാമതൊന്നുമില്ല. കർമ്മണ സുപ്തോക്ഷയെ തജ്ജസ്യാപി തത്ക്ഷയ. സുഷുപ്തിയിൽ കർമ്മമില്ല, അതുകൊണ്ട് കർമ്മകാര്യമായ ഒന്നുമില്ല. സർവദ്വിതീയ അഭാവപ്രായണ. രണ്ടാമത്തേതെന്ന് പറയാനൊന്നുമില്ല. സർവദ്വിതീയത്തെയും അവിടെ നിഷേധിക്കും. സർവദ്വിതീയ അഭാവം കിഞ്ചിതവൈ മാത്രാദി അനുഭവതി. അവിടെ ഒന്നും തന്നെ അനുഭവിക്കുന്നില്ല. നമ്മളെന്ന് പറഞ്ഞത് സുഷുപ്തിയിൽ അനുഭവമില്ല. സുഷുപ്തി സ്വയം തന്നെ ആത്മസ്വരൂപമാണ്. അതിനെ നമുക്ക് വേണമെങ്കിൽ അനുഭവസ്വരൂപം എന്ന് പറയാം. നമ്മുടെ ജാഗ്രത വിഷയങ്ങളെ അനുഭവിക്കുന്നത് പോലെ ഇവിടെ ഒന്നിനെയും അനുഭവിക്കുന്നില്ല. അതാണ് തന്റെ വാസ്തവ സ്വരൂപം. അതിനാണ് ഇവിടെ രണ്ടാമതൊന്നുമില്ല, അനുഭവിക്കാനൊന്നുമില്ല, അനുഭവിക്കുന്നവനൊന്നുമില്ല, ഇത്തരത്തിൽ പറയുന്നു. അവിടെ കസ്യചന എന്ന് പറയുന്ന ഒരു ചന അവ്യയമാണ്. അതെന്താണ്? അഭ്യർത്ഥേ ജനശബ്ദോയം അഭാവസ്യാഭിവാരക. അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തിയിൽ എന്തോ ഒരു ഇല്ലായ്മയുണ്ടെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അത് ഒന്നുകൂടെ ശുദ്ധിയാക്കുകയാണ് ആ പ്രസ്താവന. ശേഷശേഷി തിരോഭാവേ സുഷുപ്തിരിഹ ഭണ്യതേ.
സ്വപേ ജഗദ്ഭാവവത് തദഭാവോപി നിഷിധ്യതേ ഇത്യർത്ഥ. അതാണ് സുഷുപ്തിയിൽ ജഗദ്ഭാവം, ജഗത്ത് ഉണ്ടെന്നുള്ള അവസ്ഥ, തദ് അഭാവം, അതില്ലെന്നുള്ള അവസ്ഥ, രണ്ടും നിഷേധിക്കുകയാണ്. സാറിന് നമ്മൾ പറയാറുണ്ടല്ലോ, പൊതുവായി വേദാന്തികളൊക്കെ പറയും, സുഷുപ്തിയിൽ പ്രപഞ്ചമില്ല, അങ്ങനെ പറയും. ഇവിടുന്നവിടെ പ്രപഞ്ചം ഇല്ല എന്നും പറയാൻ പാടില്ല, പ്രപഞ്ചം ഉണ്ടെന്നും പറയാൻ ഒക്കത്തില്ല. അതാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ അത് പറയുന്നു. ഭാവനിഷേധേപി അഭാവവും നിഷേധ്യ തദ്ഭാവേപി സ്വപ അവിരോധ. അങ്ങനെ പറയാം. ഭാവത്തെ നിഷേധിച്ചു, ജഗത്തിനെ ഇവിടെ നിഷേധിച്ചു. നിഷേധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ ജഗത്ത് അവിടെ ഇല്ല എന്ന് പറയേണ്ടി വരും, ഇല്ലായ്മ അംഗീകരിക്കേണ്ടി വരും. ജഗത്തിനെ നിഷേധിച്ചുകൊണ്ട് അതിന് നിഷേധിക്കുന്നതിന്റെ അർത്ഥം തന്നെ അതില്ലെന്നാണല്ലോ. ഇവിടെ പുസ്തകമില്ല എന്ന് പറഞ്ഞാൽ എന്താണോ, പുസ്തകം ഇവിടെ ഇല്ല, മറിച്ച് അതിന്റെ ഇല്ലായ്മ ഇവിടെ ശേഷിക്കുന്നു. പുസ്തകത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു ശൂന്യത ഇവിടെയുണ്ട്. എന്തിനെങ്കിലും ഒരു സ്ഥലത്ത് നിഷേധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇല്ലായ്മ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ സുഷുപ്തിയിൽ ജഗത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഇല്ലായ്മ അംഗീകരിക്കേണ്ടി വരും. ഇന്നും അതില്ല. വിശേഷജ്ഞാനാഭാവവും അതോ അഭാവസ്യാപി സ്വഭേ നിഷേധേന ഭാവി. അതുകൊണ്ട് താല്പര്യം എന്താണ്? ആ സുഷുപ്തിയിൽ വിശേഷജ്ഞാനമില്ല. അവിടെ കേവലമായ സ്വരൂപജ്ഞാനം മാത്രം, അല്ലെങ്കിൽ കേവലമായ ആത്മസത്ത മാത്രം, കേവലമായ സച്ചിദാനന്ദം മാത്രം. എന്തിനെങ്കിലും അറിയുന്ന ഒരു അറിവ് അവിടെ ഇല്ല. അത് ഈ ഭഗവത്തനത് വ്യക്തമായി പറയുന്നു. സാർ നമ്മൾ പറയാനുണ്ട്, ഉണ്ടെന്നതിന് ശേഷം ഉള്ളൊരു പരാമർശം, ഉറക്കത്തെക്കുറിച്ചുള്ള പരാമർശം എന്താണോ, ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു. അവിടെ എന്തിനെങ്കിലും ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നില്ല. ഇന്ന ഒരു സാധനത്തെ ഞാൻ അറിഞ്ഞു, വിഷയങ്ങളെ അറിഞ്ഞെന്നോ, അജ്ഞാനത്തെ അറിഞ്ഞെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജ്ഞാനത്തെ അറിഞ്ഞെന്നോ, അങ്ങനെ വിശേഷജ്ഞാന അഭാവമാണ് അവിടെ പറയുന്നത്. എന്തിനെങ്കിലും അറിയുന്ന ഒരു ജ്ഞാനം അത് അവിടെ ഉദിച്ചിട്ടില്ല, അങ്ങനെ ഒരു ജ്ഞാനം ഉദയം ചെയ്തിട്ടില്ല. ജ്ഞാനമില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യം അതാണ്. കാരണം അവിടെ ഒന്നിനെ സംബന്ധിച്ച് ഇല്ല എന്ന് പറയാൻ പാടില്ല, എന്നാണ് ഉണ്ടെന്നും പറയാൻ വയ്യ. ജ്ഞാനമില്ലെന്നങ്ങനെ പറയാൻ പറ്റും എന്നാണ്. അങ്ങനെ ഒരു ജ്ഞാനം അവിടെ ഉദിച്ചിട്ടില്ലെന്നാണ് എൻ്റെ താല്പര്യം. ജാഗ്രതത്തിൽ അങ്ങനെ ഉള്ള ജ്ഞാനങ്ങളുണ്ട്, വിഷയങ്ങളെ ഗ്രഹിക്കുന്ന ജ്ഞാനങ്ങളുണ്ട്. അജ്ഞാനത്തിന് കാരണം പറഞ്ഞു കർമ്മമാണ്. സുഷുപ്തിയിൽ കർമ്മം ഒടുങ്ങുന്നു, ജ്ഞാനം അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ സുഷുപ്തിയിലെ അനുഭവം എന്ന് നമ്മൾ സാധാരണ പറയുന്നത് വേണ്ടവണ്ണം ആലോചിക്കാതെ പറയുന്നു. സുഷുപ്തിയിൽ അങ്ങനെ ഒരു അനുഭവമേ ഇല്ലെങ്കിൽ പിന്നെ സുഷുപ്തിയുടെ അനുഭവം എന്നെങ്ങനെ പറയുന്നു? നമ്മൾ പറയാറുണ്ട് ഉറക്കത്തിലെ അനുഭവം.
അനുഭവമില്ലാത്ത സ്ഥിതിയാണ്, കേവലമായ ആത്മസ്ഥിതിയാണ് ഉറക്കം. ഞാനിവിടെയും പറയുന്നു. അതുകൊണ്ട് ഉറക്കത്തിലെ അനുഭവം അങ്ങനെ ഒരു അനുഭവമില്ല. ഒന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നതോ അത് ഉണർന്നതിന് ശേഷം പറയുന്നതാണ്, ഉറക്കത്തിൽ പറയുന്നതല്ല. അത് ശരിയാണ്. ഉണർന്നതിന് ശേഷം ഉള്ള അനുഭവമാണ് ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത്. പറച്ചെന്നും അനുഭവം അനുഭവിച്ചാലേ പറയാൻ കഴിയും. ഈ മേശപ്പുറത്തൊന്നും ഇരിപ്പില്ല എന്ന് ഞാൻ പറയുന്നു. പറയണമെങ്കിൽ ഞാനിവിടെ ഇരിക്കണം, അടുത്ത മുറി പോയിരുന്നാൽ എനിക്കിത് പറയാൻ കഴിയും. അപ്പൊ ഇവിടുത്തെ എൻ്റെ അനുഭവമാണ്. ഈ മേശപ്പുറത്തൊന്നുമില്ല, അടുത്ത മുറി ഇരിക്കുന്നതാണെന്നത് പറയാൻ കഴിയത്തില്ല. അതുപോലെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളത് ജാഗ്രതത്തിലെ അനുഭവമാണ്, ഉറക്കത്തിലെ അനുഭവമല്ല. ഉറക്കത്തിൽ അനുഭവമില്ല. അതുകൊണ്ട് ഇത് ഈ അനുഭവം സ്മൃതിയാണോ അല്ലെങ്കിൽ അനുമീതിയാണോ എന്നൊക്കെ ചോദിക്കുന്നത് മണ്ടത്തരമാണ്. അതായത് ഉറക്കത്തിലൊരു അനുഭവം ഉണ്ടായി, അതിനെ സ്മരിക്കുന്നു. ഉറക്കത്തിലൊരനുഭവം ഉണ്ടായിരുന്നു, അതിനെ അനുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് അസംബന്ധം. ഇവിടെ പറയുന്നത് എന്താണ്? അവിടെ വിശേഷജ്ഞാനം അങ്ങനെയൊന്നും ഉദിച്ചിട്ടേ ഇല്ല. അലകളില്ലാത്ത കടൽ പോലെ അവിടെ ശാന്തമായിരിക്കുന്നു. അതും ജലമയമാണ്, പക്ഷെ അത് ശാന്തമാണ്. ജാഗ്രത സ്വപ്നങ്ങളെന്ന് പറയുന്ന അലകൾ വരുന്നു. അവിടെ വിശേഷ വിജ്ഞാനം, അലകളെയാണ് പറയുന്നത്. അലകളും ജലമാണ്, അലകളൊന്നുമില്ലെങ്കിലും ജലമാണ്. അതുപോലെ ആ വിശേഷ വിജ്ഞാനരഹിതമായിരിക്കുന്ന ആത്മസ്വരൂപം അത് വിജ്ഞാനസ്വരൂപം തന്നെ. അത് അതിൻ്റെ വിശേഷത എന്താണ്? അത് സ്വരൂപമാണ്. അതാണ് ശ്രോതാവിന്റെ സ്വരൂപം. ഈ ജാഗ്രതത്തിൽ ഇരുന്ന് സ്വസ്വരൂപത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അവന് സ്വസ്വരൂപത്തെ, ഈ വിശേഷജ്ഞാനശൂന്യമായിരിക്കുന്ന സ്വസ്വരൂപത്തെ ജാഗ്രതത്തിൽ അറിയാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വിശേഷജ്ഞാനമുണ്ട്. അപ്പോൾ വിശേഷജ്ഞാനശൂന്യമായ സ്വസ്വരൂപം അത് സുഷുപ്തിയിലാണ്, അല്ലെങ്കിൽ അതാണ് സുഷുപ്തി. രണ്ട് രീതിയിലും പറയാം. എന്നൊരുവൻ സ്വരൂപത്തെക്കുറിച്ച് ജാഗ്രതയിൽ മനസ്സിലാക്കുന്നു. അപ്പോൾ സ്വരൂപത്തെ ജാഗ്രതയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്തിയിൽ ആ സ്വരൂപത്തെ യഥാർത്ഥമായി കാണിച്ചു തരുന്നത്. കാരണം അത് ഒരു ജ്ഞാനവും ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യാതിരിക്കുന്ന അത് നിന്നാണ് ഈ ജാഗ്രതത്തിലേക്ക് വന്നത്. അതിനെ വിട്ടിട്ടാണ്. അത് കേവല അനുഭവരൂപമാണ്. അതുകൊണ്ട് അതിന് നിഷേധിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജാഗ്രതയിൽ വന്നതിന് ശേഷം താൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നു എന്താണ്? അത് വിശേഷജ്ഞാനശൂന്യമായ അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും ഈ ജാഗ്രത സ്വപ്നങ്ങളാകുന്ന അലകളുണ്ടായിരിക്കുകയാണ്. ഇതൊന്നുമില്ലാത്ത ഒരു പാരമാർത്ഥികമായ സ്ഥിതി തനിക്കുണ്ട്.
ആ പാരമാർത്ഥിക സ്ഥിതിയിൽ പ്രകടമാകുന്നതാണ് ഇതെല്ലാം, ഈ അലകളെല്ലാം എന്ന് തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സുഷുപ്തിയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. സാധാരണ ഒരു വ്യക്തി പറയും, ബോധം എവിടെ സ്ഫുരിക്കുന്നോ അവിടെ പ്രപഞ്ചം ഉണ്ട്. ഉദാഹരണം പറയും, ജാഗ്രത സ്വപ്നം. ജാഗ്രതത്തിൽ ബോധം സ്ഫുരിക്കുന്നുണ്ട്, അവിടെ പ്രപഞ്ചവും സ്ഫുരിക്കുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ട്. സ്വപ്നത്തിലും അതുപോലെ തന്നെ. പക്ഷെ സുഷുപ്തിയിൽ ബോധസ്ഫുരണമില്ല. അതുകൊണ്ട് പ്രപഞ്ചവും ഇല്ല എന്നല്ല പറയുന്നത്. അവിടെ പ്രപഞ്ച അനുഭവമില്ല എന്ന് പറയുന്നു. പ്രപഞ്ച അനുഭവമാകുന്ന ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല, ഇല്ലാതാകുകയും ചെയ്തില്ല. അങ്ങനൊന്നും അവിടേക്ക് പോയില്ല, അങ്ങനൊന്നും സംഭവിച്ചില്ല. മറിച്ച് ബോധസ്ഫുരണം ഇല്ലാതുകൊണ്ട് പ്രപഞ്ചം ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അതിനൂടെ നശിച്ചു. ഇല്ല എന്നൊന്നിനെയും പറയാൻ പറ്റില്ല. ജഗത്തുണ്ടെന്നോ ജഗത്തില്ലെന്നോ പറയാൻ പറ്റില്ല. ജഗത്തിനെ സംബന്ധിച്ചല്ല, ഒന്നിനെ സംബന്ധിച്ച്. സ്വസ്വരൂപത്തെ തനിക്ക് നിഷേധിക്കാൻ കഴിയില്ല, നാവില്ലെന്ന് പറയാൻ കഴിയാത്ത പോലെ. സ്വന്തം ഉണ്മയെ തനിക്ക് നിഷേധിക്കാൻ പറ്റില്ല, സ്വസത്തയെ നിഷേധിക്കാൻ വയ്യ. അതുകൊണ്ട് ആരാ സുപ്തനായിരുന്നു? ഞാൻ തന്നെ. അവിടെ തന്റെ ഉണ്മയെ, തന്റെ സത്തയെ അവിടെ അംഗീകരിക്കേണ്ടി വരുന്നു. അതല്ലാതെ മറ്റൊന്നിനെ അവിടെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടെന്നോ മറ്റേതെങ്കിലും ഒരു വസ്തു ഇല്ലെന്നോ പറയാൻ സാധ്യമല്ല. അതാണ് തന്റെ സ്വരൂപസ്ഥിതി. അത് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തമാകുന്നു. സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജാഗ്രതയിൽ വ്യക്തമാകുന്നു എന്നൂടെ ചേർന്നു. ഇപ്പൊ ജാഗ്രതയിൽ സ്വരൂപത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ കുറിച്ചുള്ള ചർച്ച. ഇനി ബോധമില്ലേ, പ്രപഞ്ചമില്ല എന്നുള്ളതിന് വേറെ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. സാമാന്യമായി ബോധമില്ലെങ്കിൽ പ്രപഞ്ചമില്ല, സുഷുപ്തി എന്ന് പറയുന്നത് തെറ്റാണെന്നൂടെ പറഞ്ഞു. കാരണം സുഷുപ്തിയിൽ ഒന്നിനെയും ഉണ്ടെന്നോ ഇല്ലെന്നോ വിവരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ബോധമില്ല, അതുകൊണ്ട് പ്രപഞ്ചമില്ല എന്ന് പറയാൻ സാധ്യമല്ല. മറ്റൊന്ന് പറയാൻ എന്താണോ, ബോധത്തിൽ, ബോധസ്വരൂപത്തിൽ പ്രപഞ്ചമില്ല, അത് പറയാം, അതിന് തെറ്റില്ല. സുഷുപ്തിയിൽ കേവലമായ ആ ബോധസ്വരൂപം, ആത്മസ്വരൂപം, കേവലനായ താൻ മാത്രം, അവിടെ പ്രപഞ്ചമില്ല. അതുകൊണ്ട് ആ തത്വത്തിൽ, ആ തത്വമല്ലാതെ രണ്ടാമതൊന്നില്ല. അത് അദ്വയമാണ്, അദ്വിതീയമാണ്, അദ്വൈതമാണ്. അത് പറയാം. അത് അദ്വൈതമായതുകൊണ്ട് അവിടെ രണ്ടാമതൊന്നില്ല, പ്രപഞ്ചമില്ല എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കണം, ഈ ജാഗ്രതത്തിലും അതില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആ അർത്ഥത്തിൽ സുഷുപ്തിയിൽ അദ്വൈതമായിരിക്കുന്ന ആ സത്ത മാത്രം, ആ സത്ത തന്നെയാണ് ജാഗ്രതയിലും ഇരിക്കുന്നത്. അപ്പോൾ ആ സത്തയ്ക്ക് അതിന്റെ സ്വഭാവത്തെ വിടാൻ കഴിയത്തില്ല. ഒരു വസ്തുവിനും അതിന്റെ സ്വഭാവത്തെ വിടാൻ കഴിയില്ല. അതിന്റെ സ്വഭാവം എന്താണ്? അദ്വൈതമായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അദ്വൈതത ജാഗ്രതയിലുണ്ട്. അപ്പോൾ ജാഗ്രതയിൽ സ്വസ്വരൂപത്തെ അദ്വൈതമായി അറിയുന്നതിന്
വേണ്ടിയാണ് ഇവിടെ ഈ സുഷുപ്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സ്വരൂപത്തിൽ രണ്ടാമതൊന്നുമില്ല, അങ്ങനെയുള്ള അർത്ഥത്തെ എടുക്കാം. അപ്പോൾ തന്റെ സ്വരൂപത്തിൽ രണ്ടാമതൊന്നുമില്ല എന്നാണ്. അല്ലെങ്കിൽ ആ സുഷുപ്തിയിൽ ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും പോലെ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഭാവാഭാവങ്ങൾ നിൽക്കുന്നത് പോലെ ആ സുഷുപ്തിയിൽ ഭാവാഭാവങ്ങളൊന്നും നിൽക്കുന്നില്ല. അത് പരമാർത്ഥം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ഒരാൾക്ക് ആ സുഷുപ്തിയെ കടന്നു പോകാൻ ഇടമില്ല. പരമാവധി അതുവരെ ചെല്ലാം. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? യഥോ വാചോ നിവർത്തന്തേ, അവിടെ തന്നെ വാക്കും മനസ്സുമെല്ലാം നിവർത്തിക്കുന്നു. ആദ്യം അവിടെ എത്തട്ടെ. എത്തിയിട്ടില്ല പിന്നെ അതിനപ്പുറം ഒരു തുര്യനുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ തന്നെ എത്തുന്നില്ലല്ലോ വാക്കും മനസ്സും. അവിടെ പരമാവധി പറയാമെന്നുള്ള എന്താണ്? ഞാൻ സുപ്തനായിരുന്നു ഇതിനെ പറയാമോ? അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സുഷുപ്തിയിൽ ഭാവാഭാവങ്ങളെ പറയാൻ കഴിയത്തില്ല എന്ന് മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സുഷുപ്തിയിൽ ഒരു ഇല്ലായ്മയെക്കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ജാഗ്രതയിലിരുന്നുകൊണ്ട് പറയാമെന്നുള്ള ഒന്നും അറിഞ്ഞില്ല, അത് ശരിയാണ്. ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ് ജാഗ്രതയിലെ അനുഭവം. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് സുഷുപ്തിയിൽ അജ്ഞാനമുണ്ടോ ഇല്ലയോ എന്ന് തർക്കിക്കാൻ പോകരുത്. അതൊരു വലിയ തർക്കമാണ്. ഇവിടെ പറയുന്നു പ്രപഞ്ചത്തെ സംബന്ധിച്ച് പോലും ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വയ്യ. ഒരു പക്ഷം നമുക്ക് പിടിക്കാൻ വയ്യ. പിന്നെ എങ്ങനെ അജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ വയ്യ. എന്താണ് അവിടെ പറയുന്നത്? ഇവിടെ ഭാഷ്യകാരൻ പറയും കേവലമായ അദ്വയമായ സ്വസ്വരൂപം. ഇക്കാര്യം ജാഗ്രതയിൽ മനസ്സിലാക്കുക. കേവലമായ അദ്വയമായ സ്വസ്വരൂപം ഇവിടെ അവശേഷിച്ചിരുന്നു. താനതാണോ? ഏതുപോലെ? ആ സുഷുപ്തി പോലെ. അങ്ങനെ മനസ്സിലാക്കുക.